ഈ പൊള്ളുന്ന ചൂടിൽ എത്രമാത്രം വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാവില്ല. നമ്മളെപ്പോലെ തന്നെ പക്ഷി മൃഗാദികളും വെള്ളത്തിനു വേണ്ടി ദാഹിച്ചു വലഞ്ഞു നടക്കുന്ന ഈ കാലാവസ്ഥയിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തും പറമ്പിലുമൊക്കെ ഏതെങ്കിലും പാത്രങ്ങളിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചാൽ പക്ഷികൾക്ക് കുടിക്കാനും കുളിക്കാനുമൊക്കെ വളരെ സഹായകമാവും. ഈ റമദാൻ മാസത്തിൽ നോമ്പിനും മറ്റ് ഇബാദത്തുകൾക്കുമൊപ്പം നമുക്ക് ഇങ്ങനൊരു പുണ്യം കൂടി ചെയ്യാം. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പൊള്ളുന്ന ചൂടിലും നോമ്പിലും നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഡ്രിങ്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ഷുഗർ ഉള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഒരു പ്രിസർവേറ്റീവ്സ് ചേർക്കാതെ തന്നെ നമുക്കിത് മാസങ്ങളോളം സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. പതിവായി വെറും വയറ്റിൽ ഈ ജ്യൂസ് കുടിച്ചാൽ നമ്മുടെ മുഖം വെട്ടിത്തിളങ്ങും. നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടുന്നതുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇതുപോലൊരു ജ്യൂസ് കുടിച്ചു നോക്കൂ. ഒരാഴ്ച കുടിക്കുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ചേഞ്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരമാവും. ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കാനായി ഞാനിവിടെ കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഈത്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർക്കാനായി വെക്കണം. രോഗപ്രതിരോധ ശേഷിക്കും ബ്ലഡിൻ്റെ അളവ് വർദ്ധിക്കുന്നതിനും എല്ലാം ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ദഹനത്തെയും സഹായിക്കുന്നു. ഇത് നമുക്ക് അരച്ചാണ് എടുക്കേണ്ടത്. ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് സമയം കുതിർക്കാനായി വെക്കുന്നത് കൊണ്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാൻ പറ്റും. ഇനിയും വേണ്ടത് കുറച്ച് ക്യാരറ്റാണ്. ഞാനിതിനു വേണ്ടി 1/2 കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. നല്ല വിളഞ്ഞ നല്ല കളറുള്ള ക്യാരറ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ക്യാരറ്റെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത ശേഷം ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക. വൈറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് ഈ ക്യാരറ്റ്. ദിവസവും ഒരു നേരമെങ്കിലും ക്യാരറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായി ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ക്യാരറ്റ് കഴിക്കാൻ വലിയ മടിയാണല്ലോ. ഇങ്ങനെ ആക്കി കൊടുത്താൽ അവരിഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചോളും. എല്ലാം ഇങ്ങനെ ചെറിയ പീസായി അരിഞ്ഞെടുത്ത ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു കൊടുത്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഒരു വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അതിൻ്റെ എയർ പൂർണ്ണമായും മാറിയ ശേഷം വേണം തുറന്നു നോക്കാൻ. ക്യാരറ്റ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി മുറിച്ചിട്ട് കൊടുക്കുക. ഇഞ്ചി കൂടിപ്പോകരുത്, ഒരു ചെറിയ പീസ് മാത്രം മതി. ഇനിയും ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുത്ത വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേണം അടിച്ചെടുക്കാൻ. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർക്കാനായി മാറ്റി വെച്ചിരുന്ന ഈത്തപ്പഴവും ചേർത്ത് കൊടുക്കുക. ഇത് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എങ്കിലേ ഇത് നല്ലതുപോലെ അരിഞ്ഞു കിട്ടൂ. ക്യാരറ്റിനോടൊപ്പം ഇതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കുക. ഈത്തപ്പഴം നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കൊണ്ട് നല്ലതുപോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റും നല്ലതുപോലെ അരഞ്ഞു കിട്ടി. ഇതൊരു അരിപ്പയിലൂടെ അരിച്ചാണ് എടുക്കേണ്ടത്. ഇതിൽ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത്. നമ്മളിത് സ്റ്റോർ ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഡയറക്റ്റായിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് തണുത്ത വെള്ളവും കൂടി ചേർത്താണ് എടുക്കുന്നത്. അതുകൊണ്ട് തരിയൊന്നുമില്ലാതെ അരിച്ചെടുത്ത് തന്നെ വെക്കണം. ഞാൻ മുഴുവനായും അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാസങ്ങളോളം സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇത് കേടുകൂടാതിരിക്കാനായി ഇതിലേക്ക് 3 നാരങ്ങയുടെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ കുരു വീഴാതെ അതിൻ്റെ നീര് മാത്രമായി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്യാരറ്റ് സ്ക്വാഷിൽ ചീത്തയാതിരിക്കാനായി എന്തൊക്കെയാണ് അവർ ചേർക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ ആക്കി വെച്ചാൽ വളരെ ഹെൽത്തി ആയി തന്നെ നമുക്ക് മാസങ്ങളോളം ക്യാരറ്റ് സ്ക്വാഷ് കഴിക്കാൻ പറ്റും. ഇനി ഈ പൾപ്പ് നന്നായിട്ടത് ചൂടാക്കിയെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് മാറ്റുക. ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇതിൽ ചേർത്ത് കൊടുത്ത വെള്ളം ജസ്റ്റ് ഒന്ന് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് ഗുണങ്ങൾ ക്യാരറ്റിലും ഈത്തപ്പഴത്തിലുമൊക്കെ അടങ്ങിയിട്ടുണ്ട്. പതിവായി വെറും വയറ്റിൽ ക്യാരറ്റ് ജ്യൂസ് കഴിച്ചാൽ നമ്മുടെ മുഖം വെട്ടിത്തിളങ്ങും. സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനുമൊക്കെ ഇത് വളരെ സഹായിക്കുന്നു. ചെറുനാരങ്ങ നീരിനൊപ്പം ഓറഞ്ച് നീരും ചിലരൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഓറഞ്ച് നീര് ചേർക്കുന്നതിൽ ചിലപ്പോൾ കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിൽ ഓറഞ്ച് നീര് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓറഞ്ചും പച്ചക്യാരറ്റും ചേർത്ത് ജ്യൂസ് ആക്കിയ ശേഷം ഉടനെ തന്നെ കുടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. മാത്രമല്ല അങ്ങനെ കഴിക്കുമ്പോൾ കൂടുതൽ ഹെൽത്തിയുമാണ്. ചെറിയ രീതിയിൽ ഒന്ന് കുറുകി വരുന്ന സമയം ഗ്യാസ് ഓഫ് ചെയ്യുക.
ഇതിൽ നാരങ്ങയുടെ നീര് ചേർത്തത് കൊണ്ട് ഒട്ടും തന്നെ കേടുവരാതെ മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് കൊണ്ടുള്ള സ്ക്വാഷ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഗ്ലാസിറ്റ ബോട്ടിൽ തന്നെ വേണം സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഇതുപോലൊരു ഡ്രിങ്ക് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തും പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന സമയത്തുമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾ പോലും ഇങ്ങനെ ആക്കി കൊടുത്താൽ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചോളും. ഇങ്ങനെ ആക്കി വെച്ചാൽ നമ്മൾ എടുത്തു കൊടുത്തില്ലെങ്കിലും കുട്ടികൾക്ക് തന്നെ വേണമെങ്കിലും എടുത്തു കഴിക്കാൻ പറ്റുമല്ലോ. കുട്ടികളുടെ ദാഹവും ക്ഷീണവും ഒക്കെ മാറി നല്ല ഉന്മേഷം കിട്ടുന്നതിന് ഇത് ഒരു ഗ്ലാസ് മാത്രം മതി. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ തന്നെ ഇതിഷ്ടമാവും. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ബോട്ടിലാക്കി വെക്കാവൂ. അടപ്പ് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു കൊടുക്കണം. ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനായി 1-1.5 സ്പൂൺ വരെ പൾപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തണുത്ത വെള്ളമോ ഐസ് ക്യൂബ്സോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഈത്തപ്പഴം ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒരു ഗ്ലാസ്സിന് 1.5 സ്പൂൺ പൾപ്പ് ചേർക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള മധുരം കിട്ടും. ഷുഗർ ഉള്ളവർക്കും ഡെയിലി 1-2 ഒക്കെ ഈത്തപ്പഴം കഴിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അവർക്കും ഇത് ധൈര്യമായിട്ട് തന്നെ കുടിക്കാൻ പറ്റും. ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തണുപ്പിച്ച ശേഷം കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനുമെല്ലാം ഒരുപാട് നല്ലതാണ് ഈ ക്യാരറ്റ്. ഇനിയും കൂടുതലായി മധുരം വേണമെന്നുള്ളവർക്ക് ഈ ഒരു സമയം ഇതിലേക്ക് അല്പം തേൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തേൻ ചേർത്ത് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കഴിവതും പഞ്ചസാര ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ പൊള്ളുന്ന ചൂടിലും നോമ്പിലും നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ ഇതുപോലൊരു ജ്യൂസ് മാത്രം മതി. ഇത് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ കുട്ടികൾ ഇഷ്ടത്തോടെ തന്നെ കുടിച്ചോളും. കുട്ടികളൊക്കെ അടുപ്പിച്ചിങ്ങനെ നോമ്പെടുത്ത് കഴിയുമ്പോഴേക്കും അവർക്കുണ്ടാവുന്ന ക്ഷീണത്തിനും രക്തക്കുറവിനുമെല്ലാം ഈ ജ്യൂസ് വളരെ നല്ലതാണ്. നോമ്പ് തുറക്കുന്ന സമയം പരമാവധി പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. മധുരത്തിനായി കഴിവതും ഈത്തപ്പഴമോ തേനോ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നല്ലൊരു എനർജി ഡ്രിങ്ക് കൂടിയാണ്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ഊർജം കിട്ടുന്നു. മാത്രമല്ല ഇഞ്ചിയൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈ ജ്യൂസ് നമ്മുടെ ദഹനത്തെയും സഹായിക്കുന്നു, മലബന്ധം തടയുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ നോമ്പുകാലം മുഴുവനും നമുക്ക് ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് കുടിക്കാൻ പറ്റും. ഓരോ ദിവസവും ഉണ്ടാക്കി സമയം പോകാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ ആരോഗ്യപ്രദമായിട്ടുള്ള ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.